അടുത്തതായിട്ട് എക്സാമിന് ഷുവറായിട്ടും ചോദിക്കാൻ പോകുന്നൊരു ചോദ്യമാണ് അഡ്വർടൈസ്മെൻറ്റ് ജിങ്കിൾ. അഡ്വർടൈസ്മെൻറ്റ് ജിങ്കിൾ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഞാൻ 2 അഡ്വർടൈസ്മെൻറ്റ് ജിങ്കിൾ തന്നിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിലായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. ഒന്നെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ജിങ്കിൾ കാണും, അല്ലെങ്കിൽ എന്താണ് പ്രൊമോഷണൽ ടാഗ് ലൈൻസ് കാണും. അഡ്വർടൈസ്മെൻറ്റ് ജിങ്കിൾ എന്ന് പറഞ്ഞ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു സ്കൂൾ ക്ലബിലെ ഒരു സയൻസ് ക്ലബ്ബാണ്. ആ സയൻസ് ക്ലബ്ബ് എന്താണ് LED ബൾബ്സ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ഐഡിയ ഉണ്ടാക്കി. അന്നേരം അതിന് ചേരുന്ന റിതമിക് ആയിട്ടുള്ള റൈമിങ് സ്കീമോടുള്ള എന്താണ് ഒരു ടാഗ് ലൈൻ അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് ജിങ്കിൾ എന്താണ് അതിനെ പുകഴ്ത്തിക്കൊണ്ട് ആ ഒരു LED ബൾബിനെ പുകഴ്ത്തിക്കൊണ്ട് എഴുതാൻ. അത് നമ്മളന്നേരം എങ്ങനെ എഴുതും? ഡോണ്ട് ലീവ് യുവർ ഹോം ഇൻ ഡാർക്ക്, ലെറ്റ് യുവർ ഹോം ഇൻ എ ഷൈനിങ് സ്പാർക്ക്. എന്താണ് ഇവിടെ ഡാർക്ക് എന്നതും അതുപോലെ തന്നെ സ്പാർക്ക് എന്നതും എന്താണ് റൈമിങ് ആയിട്ടുള്ള വേർഡ്സാണ്. ഡാർക്കും സ്പാർക്കും റൈമിങ് വേർഡ്സാണ്. അങ്ങനെയുള്ള ആ ഒരു റൈമിങ് സ്കീമിൽ വരുന്ന എന്താണ് അങ്ങനത്തെ സെൻറ്റൻസുകളാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് നിങ്ങളുടെ വീടിനെ ഇരുട്ടിലാക്കാതെ നിങ്ങളുടെ വീടിനെ വെട്ടിത്തിളങ്ങുന്ന ബൾബ് കൊണ്ട് പ്രകാശിപ്പിച്ചാലും അതൊരു LED ബൾബിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ജിങ്കിളാണ്. ഇങ്ങനത്തെ ടൈപ്പ് എന്താണ് ക്വസ്റ്റ്യൻസാണ് എക്സാമിന് ചോദിക്കാൻ സാധ്യത. അപ്പോൾ നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് ജിങ്കിൾ എന്താണ് ഈ പ്രാവശ്യത്തെ SSLC എക്സാമിനേഷന് പഠിക്കാതെ പോകരുത്. കാരണം നല്ല ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ് അഡ്വർടൈസ്മെൻറ്റ് ജിങ്കിൾസും അതേപോലെ തന്നെ ടാഗ് ലൈൻ പ്രൊമോട്ടേഷനും. അതായത് നിങ്ങൾ ഈ അഡ്വർടൈസ്മെൻറ്റ് ജിങ്കിൾ പഠിച്ചിട്ട് പോകുക.